ഇന്നലെ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, അതായത് നോമ്പിലെ സമയത്ത് ഷോപ്പിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ബൈക്കിൽ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടും അതേസമയത്ത് ഇന്നലെ ഞാൻ ബസ്സിന് പോയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം, നമ്മൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാവുക. പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറുമാണ്. ആ ഒരു വീഡിയോയിലും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ നെഗറ്റീവ് കമന്റ്സിന് അധികം മൈൻഡിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ള. കാരണം നെഗറ്റീവിനെ നമ്മൾ മൈൻഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നെ മൈൻഡിനെ ഹോൾഡ് ചെയ്തിട്ടുള്ള 2 കമന്റുകൾ ഉണ്ടായിരുന്നു. ഒരു കമന്റ് എന്ന് പറയുന്നത് ഒരു ആള് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നത് മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾക്ക് കൊണ്ടുവരുന്നത് പറഞ്ഞത് അത് വലിയ ടാസ്ക് ആണെന്നാണ്. ആ പറഞ്ഞത് എനിക്കിഷ്ടമായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ പകൽ മുഴുവനും പണിയെടുത്ത് വന്നിട്ട് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് വീട്ടുകാർ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയും എന്നാണ് അദ്ദേഹം കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നൊരു ക്വസ്റ്റ്യനും കൂടാണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഈക്വാലിറ്റി വേണം, സമത്വം വേണം, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ ഞാൻ ആ മനുഷ്യൻ്റെ കൂടെയാണ് കേട്ടോ. കാരണം ഒരുപാട് സമയത്തെ പകൽ മുഴുവനുള്ള അധ്വാനത്തിന് ശേഷം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും വീട്ടിലെ പണികൾ ചെയ്യണമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ വന്നിട്ടുള്ള മറ്റൊരു കമൻറ്റ് ഇതാണ് കേട്ടോ. വൃത്തികെട്ടവന്മാരുടെ കമൻറ്റ് കാണുമ്പോൾ അവരുടെ വീട്ടിലും ഉമ്മ പെങ്ങന്മാരെ ഇങ്ങനെയാണോ പറയുക? ആ പെണ്ണ് ജീവിക്കാൻ വേണ്ടി പാടുപെടുന്നു, മനസ്സിലാക്കണ്ടേ, ജീവിച്ചു പോയിക്കോട്ടെ. ഓരോ സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. മനക്കരുത്തുള്ള ആളാണ്, തളർന്നു പോയില്ല. ഒരു പക്ഷേ പതിവിൽ നിന്ന് വിപരീതമായിട്ട് ധാരാളമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ആ ഒരു വീഡിയോയ്ക്ക് വന്നത് കൊണ്ടായിരിക്കണം ഇദ്ദേഹം ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. മാന്യമായിട്ട് ചെയ്യുന്ന എന്ത് തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള അന്തസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനൊരാളെയും ആക്രമിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി യാചിക്കാനോ ഒന്നും പോകുന്നില്ല. ഞാൻ എൻ്റെതായിട്ടുള്ള ലിമിറ്റിൽ നിന്നുകൊണ്ട് എനിക്ക് കഴിയുന്ന ജോലി ചെയ്യുന്നു, വരുമാനം ഉണ്ടാക്കുന്നു, അതിൽ നിന്നുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നത് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ആ രീതിയിലുള്ള കമന്റ് വരുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് ഇനി ഈ കമന്റ് ചെയ്യുന്ന ആളുകൾ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കമന്റുകളാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായിരുന്നാലും ഞാൻ എന്തെങ്കിലും വലിയൊരു സംഭവമായിരുന്നോ എന്നല്ല പറയുന്നത് കേട്ടോ. ഞാൻ ചെയ്യുന്ന ജോലിയിൽ മാന്യത പുലർത്തുന്നുണ്ട്, ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു വലിയ സംഭവമൊന്നുമല്ല എന്ന് എനിക്കറിയാം. കോടികൾ സമ്പാദിക്കുന്നൊന്നുമില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം. ഇപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കും അറിയാം. എന്നോട് മുന്നേ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഈ ജോലിയിൽ നിന്ന് നീ ആ കടയിൽ നിന്ന് പോകത്തേ ഉള്ളൂ, പിന്നെ നിനക്ക് BMW അല്ലെങ്കിൽ മെഴ്സീഡസ് ബെൻസോ ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, എനിക്കതൊന്നും വിഷയമൊന്നുമല്ല. ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ചുറ്റുള്ള ആളുകളും ഹാപ്പിയാണ് എന്നുള്ളിടത്താണ് ഞാൻ സന്തോഷിക്കുന്നത്. അത്രേ ഉള്ളൂ.